പ്രൊഡക്റ്റ് വന്ന് സംസാരിച്ച സമയത്ത് ഇവിടെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു 3 പേരാണ് നമുക്ക് ഈ നമ്മളെ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള റിസൾട്ടിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ നമ്മളോട് വന്നെത്തിച്ചേർന്നുള്ള എല്ലാവരും, അതായത് നമ്മളിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ രഞ്ജിച്ചാറിനും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ ചാറിനും അതുപോലെ തന്നെ ഹിതേഷ് ചാറിനും നമ്മളെ വാർഡ് മെമ്പർ ഹിതേഷ് ചാറിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം നേരുന്നു. എൻ്റെ പേരിലും അതുപോലെ തന്നെ ഇവിടെ വന്ന് എത്തിച്ചേർന്ന എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനായിട്ട് നമ്മളെ വൈസ് പ്രസിഡന്റ് ഷാൻഡോ ചാറിനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്വാഗതം പറഞ്ഞ പ്രണവ്, ഉദ്ഘാടനം ചെയ്യുന്ന രഞ്ജിത്തേട്ടൻ. ഇപ്പോൾ ഒരു ആമുഖമുള്ളൊരു നിലയിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ എന്താണ് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിലുണ്ടായിട്ടുള്ള മാറ്റം എന്നുള്ളത് കൂടുതലായിട്ട് പറയാനും അവരനുഭവിച്ചിട്ടുണ്ടാവും. കാരണം മറ്റ് പാടം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ വിളവ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ അഗ്രോ ബ്രാൻഡ്. അപ്പോൾ നിലവിൽ കാർഷിക മേഖലയിൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷി കൂടുതൽ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവുണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ നമ്മുടെ കൃഷിക്കാർക്കും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആധുനിക രീതികൾ ഉപയോഗിച്ച് ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം ഇതിൻ്റെ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഷാൻഡോ കേജാലിക്ക്, ഇവിടുത്തെ വാർഡ് മെമ്പർ ഹിതേഷ്, നമ്മുടെ ഈ പദ്ധതിയുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രണവ്, ഷാഫി, പ്രണവിൻ്റെ അമ്മ സുരേഷ്, അതുപോലെ കർഷക സുഹൃത്തുക്കൾ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കർഷക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, നേരത്തെ ഇവിടെ ഷാൻഡോ പറഞ്ഞതുപോലെ നമ്മുടെ ചെലവ് കുറഞ്ഞ് കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാമെന്നാണ് കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യം. ഇവിടെ പരീക്ഷിച്ച ഒരു സംരംഭത്തിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ത്യകൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അത് ഒരുപക്ഷെ പുതിയതായ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു ആശങ്കയും സംശയവും ഒക്കെ തന്നെ സ്വാഭാവികമായും ഉണ്ടാവാം. പക്ഷെ ആ സംശയത്തിനിടെ ഇപ്പോൾ തന്നെ 3 കർഷകർ ആ പ്രൊഡക്റ്റ് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അതുവഴി അവർ കൃഷി ചെയ്ത കൃഷിയിടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ വിളവെടുപ്പിനകത്ത് വരുമ്പോൾ ഒരു മുമ്പത്തെ വർഷത്തെ ഉപരിയായി ഒരു വർദ്ധിച്ച വിളവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം ജൈവ വളവും ആയി ബന്ധപ്പെട്ടാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഒരു ഓപ്പഞ്ഞാണ്ട അവിടുത്തെ 1 ഏക്കർ കൊയ്ത്ത് തുടങ്ങി. ആയുർവേദ വളവും ആയുർവേദ മരുന്നും കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൊയ്യാണ്, നല്ല വിളവാണ് കാണുന്നത്. കുഴപ്പമില്ല, ദോഷമില്ലാത്ത രീതിയിൽ കാണണം. അതുകൊണ്ട് കൊയ്ത്ത് കഴിയാണ്. പതിരിവ് തന്നെ കാണാനില്ല, പതിര് കുറവാണ്. നല്ല പ്രോഡക്റ്റ് തന്നെ, കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകും കാര്യങ്ങൾ.
വെയിലുണ്ടാ? നമ്മളിവിടെ വന്നേക്കുന്നത് നമ്മളെ കോടാലി പാടത്താണ്. അപ്പോൾ നമ്മളിവിടെ ഈ കർഷകരുടെ അടുത്ത് നമ്മൾ ഉൽപ്പന്നങ്ങളൊന്നും സംസാരിച്ച സമയത്ത് പ്രൊഡക്റ്റിനെ നമ്മളെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിന് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഇന്ത്യകരം എന്നുള്ള ബ്രാൻഡിലുള്ള വൃക്ഷായുർവേദം ബേസ്ഡായ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കേണ്ട ആവശ്യകത ഇന്നത്തെ ഇനി വരുന്ന കാലഘട്ടത്തിൽ വേണ്ട ആവശ്യത്തിനെ പറ്റി നമ്മൾ ഒന്ന് സംസാരിച്ചു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായതും അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായതും ഈ 3 പേരാണ്. ഇത് നമ്മളുടെ രാമകൃഷ്ണൻ ചേട്ടനാണ്, ഇവിടെ ഇത്തുപാടത്താണ് വീട്. ഇത് നമ്മളെ ഓപ്പൻ ചേട്ടനാണ്, സ്ഥലം കോടാലിലാണ് സ്ഥലം. ഇത് നമ്മളുടെ ഉണ്ണീഷൻ ചേട്ടനാണ്, മാങ്കുറ്റിപ്പാടത്താണ് വീട്. അപ്പം ഇവർ 3 പേരാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായത്. ഞങ്ങളെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിലുള്ള വിശ്വാസം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചും തീർച്ചയായും ചെയ്തതും. അപ്പോൾ അതിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു കൊയ്ത്തുത്സവം നടത്തി. നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ചേട്ടനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഷാൻഡോ ചേട്ടനും വഴി വന്ന് ചെയ്തു. അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ ചെയ്തത് ഇവരെ 3 പേരും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇവർക്ക് എന്താണ് മാറ്റം ഉണ്ടായി, അവർക്ക് ഉപയോഗിച്ചിട്ട് അതിലെന്താണ് ഗുണം ഉണ്ടായി അല്ലെങ്കിൽ അതിലെന്താണ് മാറ്റം ഉണ്ടായെന്ന് കൃത്യമായിട്ട് അവർ 3 പേരെയും ഒരു റിവ്യൂ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നേക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് രാമകൃഷ്ണൻ്റെ അടുത്ത് കൊടുക്കാം. എന്താണ് ചേട്ടൻ ഇതിൽ മാറ്റം ഉണ്ടായത്? മാറ്റം ഉണ്ടായിരിക്കുന്നത് നെല്ല് ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കതിര് വലിയതാണ്, അതൊക്കെയാണ് നെല്ലിലുള്ള മാറ്റം. ഞാൻ കൊയ്തിട്ടില്ല, കൊയ്ത് കഴിയുമ്പോഴേ പൂർണ്ണമായിട്ട് അറിയുള്ളൂ. ഓക്കെ, ഇനി സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞാൽ. ഞാൻ ഓപ്പറാണ്, കോടാലിപ്പാടത്ത് എന്നാണ് പറയുന്നത്. ഞാൻ ഇവർ ഒന്ന് മരുന്ന് ഉപയോഗിച്ചു നോക്കി, ഞങ്ങൾ പരീക്ഷണം ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തത് 36 സെൻറ്റ് സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത് 14 ചാക്ക് നെല്ലാണ്. ഈ 14 ചാക്ക് നെല്ല് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ പണിയുന്നുണ്ട്. ഇവർ തന്നാലും ഞാൻ 1 ഏക്കർ ഈ തവണ പരീക്ഷ നോക്കിയുള്ളൂ. 1 ഏക്കറിൽ ഞാനത് അതിന് ഒരു 36 സെൻറ്റ് രൂപ ഒരു ഒടി നിലം 36 സെൻറ്റാണ്. ആ ഒരു നിലത്തിന് നെല്ലിനെ എടുത്ത് ചാക്കിലാക്കിയപ്പോൾ കഴിഞ്ഞ കൊല്ലം കിട്ടിയതേക്ക് 14 ചാക്ക് നെല്ലാണ്. ഈ തവണയ്ക്ക് കിട്ടിയത് 19 ചാക്ക് നെല്ലാണ്. അത് തന്നെയല്ല, കഴിഞ്ഞ കൊല്ലം 2 ചാക്ക് പിടിച്ചപ്പോൾ 100-105 കിലോനാണ് തൂക്കുണ്ടായത്. ഈ തവണ 2 ചാക്ക് അതിന് പിടിച്ച് തൂക്കം നോക്കിയപ്പോൾ 124-125 കിലോ ഉണ്ട് 2 ചാക്ക് നെല്ലെടുത്ത് തൂക്കുന്നത്. അപ്പോൾ അതിൽ നെല്ലിൻ്റെ തുടം നല്ല തുടം, അതായത് നെല്ല് നല്ല മണി, പിന്നെ പതിരില്ല, പതിര് വളരെ കുറവെന്നല്ല, പതിരില്ല. പിന്നെ നല്ല കളറ്, നല്ല ഭംഗി നെല്ലിനെ കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗി. ആര് കണ്ടാലും ഒന്ന് എടുത്തു നോക്കാം അങ്ങനത്തെ ഒരു നെല്ല്. അങ്ങനെ ഈ മരുന്നിന് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ നല്ല വിശ്വാസം വന്നു തുടങ്ങിയിട്ട് അടുത്ത കൊല്ലത്തിൽ ഒരു ഇത് തന്ന് പരീക്ഷിക്കാനാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. ആദ്യം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് എടുക്കാൻ പറ്റും. ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഈ ഇരിക്കുന്ന വൈക്കോലുണ്ടല്ലോ, ഈ വൈക്കോല് ഈ മരുന്ന് വെച്ച് തെളിച്ചാൽ ഒരിക്കലും ഒരു അസുഖവും വരില്ല പരീക്ഷണത്തില്. ഈ വൈക്കോല് നല്ല കണ്ടിന്യൂ ആയിട്ട് നല്ല തീറ്റ ഒരിക്കലും വെറുപ്പ് അടിക്കുന്നില്ല. അപ്പൊ ഈ മരുന്ന് ഒരിക്കൽക്കും ഈ മരുന്ന് കൊണ്ട് ദോഷമില്ല, ഇതൊന്നും ദോഷം ചെയ്യുന്നില്ല. ഞാൻ നോക്കിയിട്ട് കാണുന്നു. അപ്പൊ അതിനും ഒരു നല്ല ഒരു പ്രോജക്റ്റായിട്ട് കാണുന്നു. ഓക്കെ, സൂപ്പർ. എല്ലാ കൊല്ലത്തിലും കൂടുതൽ കിട്ടുന്നുണ്ട്. ദിവസം പൊട്ടിയിട്ട് ഒന്നാട്ടോ പൊട്ടിയിട്ട് ഞാൻ അതിപ്പോ 15 കിലോ മുന്നങ്ങനെ പൊട്ടിക്കുണ്ടായിരുന്ന സമയം 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കാറുണ്ടായുള്ളൂ. ഇപ്പൊ 1.5 ദിവസം മേനിക്കുള്ള കായ കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറുപ്പം വലിപ്പമില്ല, ഓരോ മേനിക്കിന് കിട്ടുന്നുണ്ട്. അതാ പരമാവധി വലിപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. പയറോ തന്നെ നല്ല വലിപ്പത്തിൽ കിട്ടുന്നുണ്ട്. നെല്ല് നല്ല നെല്ലാണ്. ഈ കാണുന്ന എങ്ങനെയായാലും 10-30 ചാക്ക് നെല്ലുണ്ടാവും. മുന്നെത്ര കിട്ടിയ മുന്നേ 22-23 ചാക്ക് കിട്ടാറുള്ളൂ. അപ്പൊ 30 വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ്. 30 ചാക്ക് നെല്ല് കാണണം, മേലെ വരുള്ളൂ. നല്ല തൂക്കുണ്ട് നെല്ലിന്, നല്ല കളറുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അതിലേക്ക് നന്ദി.